മോഹൻലാലിൻ്റെ കൂടെ സംഗീത് പ്രതാപ് വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻ വരികയാണ്. അപ്പോൾ പണ്ട് മോഹൻലാലും ജഗതി അല്ലെങ്കിൽ മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ ഉണ്ടായിരുന്ന പോലെ ഈ അമൽ ഡേവിസ് എന്നുള്ള ക്യാരക്ടറോട് പ്രേമലുവിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിച്ച ഒരു നടനാണ് സംഗീത്. അപ്പം സംഗീതും ലാലും കൂടി വരുമ്പോൾ കോമ്പിനേഷൻ ഈ പടത്തിലെ ഹൈലൈറ്റാണ്. കാര്യം സ്വാഭാവികമായ അഭിനയത്തിൻ്റെ ഉസ്താദുകളാണ് രണ്ടാളും. ലാലിൻ്റെ കൂടെ ഒപ്പം നിൽക്കാൻ ഇവന് സാധിക്കുന്നു. അതിന് മോഹൻലാലിനെയാണ് അതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. കാര്യം സംഗീതത്തിന് ആദ്യം ഒരു അകൽച്ച, ദൂരെ ലാൽ സാറിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ആദ്യ ദിവസം തൊട്ട് ലാൽ അതങ്ങോട്ട് ക്ലോസ് ചെയ്ത് മാറ്റിയെടുത്തു. അതായത് മാളവിയോടും സംഗീതനോടും പുള്ളി പറഞ്ഞത് നിങ്ങളുടെ അച്ഛന്മാരെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. മാളവിയുടെ അച്ഛൻ കെ ഇ മോഹനൻ വളരെ ഫേമസ് ക്യാമറാമാനാണ്. സംഗീതിൻ്റെ അച്ഛൻ പ്രതാപൻ ജയനമേഴ്സിൻ്റെ കൂടെ ക്യാമറ യൂണിറ്റിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇവരെ കൂടെ അന്ന് തൊട്ട് ഒരു ഫ്രണ്ട്സായി. സംഗീതം ഏറ്റവും കൂടുതൽ ചിരിച്ചത് മുഴുവൻ ലാലിൻ്റെ കൂടെയുള്ള സീക്വൻസുകളിലാണ്. അപ്പോൾ ഇവർ ഫ്രീ ആകുമ്പോഴാണ് ഇവരിൽ നിന്ന് കൂടുതൽ ഇത് കിട്ടുന്നത്. ഈ കുടുംബാന്തരീക്ഷം സിനിമയിൽ മാത്രമല്ല ലൊക്കേഷനിൽ പോലും സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? അത് അങ്ങനെ സൃഷ്ടിച്ചു പോകുന്ന കാര്യം ഞാൻ എപ്പോഴും ഒരു സിനിമ ചെയ്യുന്നു, അതിൻ്റെ ഡയറക്ടർ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അതിൻ്റെ തൊപ്പി അണിഞ്ഞ് നിൽക്കുന്ന ഒരാളൊരു സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയാണ് സിനിമ. അത് എൻ്റെ മനസ്സിലുള്ള ഒരു ആശയമാണ് സിനിമയായി മാറുന്നത്. ഞാനാണ് ഒരു ഡയറക്ടർ കാഴ്ചപ്പാടിലാണ്. പക്ഷെ അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻസും ആ സിനിമയിലുണ്ടാവണം. അപ്പോൾ നമ്മുടെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ബോയ് ആണെങ്കിലും സെറ്റ് ബോയ് ആണെങ്കിലും ആർട്ട് അസിസ്റ്റൻ്റ് ആണെങ്കിലും മേക്കപ്പ് ചെയ്യുന്നവനാണെങ്കിലും എല്ലാവരും എന്നോട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റും. അവർക്ക് നിർദ്ദേശങ്ങൾ ഞാൻ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം ആയിപ്പോവാം എങ്കിലും അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രാവിലെ ആയാൽ ഷൂട്ടിങ്ങിന് പോകാൻ നമുക്ക് തിരക്ക് തോന്നാണ്. അതൊരു ജോലിയല്ല. അത് ഒരു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതൊരു ജോലിയല്ലാതെ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ അതൊരു വലിപ്പമൊന്നുമല്ല കേട്ടോ, ഒരു സിനിമയുടെ എൻഡിൽ ഫിലിം ബൈ സത്യനന്ദിക്കാണെന്ന് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. കാരണം അതെൻ്റെ മാത്രമല്ല, എല്ലാവരും കൂടി ടീമിൻ്റെയാണ്. പക്ഷെ അത് വെക്കുന്നത് തെറ്റൊന്നുമല്ല. അനൂപും അഖിലൊക്കെ വെക്കാറുണ്ട്, അത് വേറെ കാര്യം. അത് വെക്കുന്നതുകൊണ്ട് ഒരു അപകടമില്ല, അവരുടെ തന്നെയാണല്ലോ. ഞാനത് ചെയ്യാറില്ല എന്ന് മാത്രമേ.